2025-26 പുതിയ സിലബസ് പ്രകാരമുള്ള 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിൽ നിന്നും ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1 ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് അല്ലേ, കൗണ്ട് ചെയ്തിട്ട് എഴുതാൻ റൈറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഓരോന്ന് ഈ ബോക്സിൽ തന്നിട്ടുണ്ടല്ലേ, എത്ര സ്ക്വയർ ഉണ്ട്, എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സർക്കിൾ ഉണ്ട് എന്ന് നമ്മളിവിടെ നമ്പർ എഴുതണം അല്ലേ. കൗണ്ട് ആൻഡ് റൈറ്റ് ദി നമ്പർ ഓഫ് ഷേപ്സ് ഫ്രം ദി ഫിഗർ അല്ലേ, ഈ ഫിഗറിലുള്ള ഷേപ്സിൻ്റെ നമ്പർ ഈ ബോക്സിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് എത്ര സ്ക്വയേഴ്സ് അല്ലേ, എത്ര സ്ക്വയേഴ്സാണ് ഇവിടെ ഉള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാം അല്ലേ. കൗണ്ട് ചെയ്യുമ്പോൾ ഓരോന്ന് എണ്ണി നോക്കുക അല്ലേ. റെക്റ്റാങ്കിൾ ചോദിച്ചിട്ടില്ല ഇല്ലല്ലോ, അപ്പോൾ ഇത് വേണ്ടല്ലേ, റെക്റ്റാങ്കിൾ വേണ്ടല്ലേ. റെക്റ്റാങ്കിൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ളതാണ് റെക്റ്റാങ്കിൾ അല്ലേ. സ്ക്വയർ എങ്ങനെ എല്ലാ സൈഡും ഈക്വൽ ഉള്ളതാണ്, ഇതാണ് സ്ക്വയർ അല്ലേ. ഇതാണ് സർക്കിൾ. ഓക്കെ, ഇതാണ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഇതിൽ ഈ ട്രയാങ്കിളിലെ ഫസ്റ്റ് സ്ക്വയർ ഷേപ്പ് ഉള്ളത്, റെക്റ്റാങ്കിൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആണല്ലേ, ഇതും ഈ ഡോർ റെക്റ്റാങ്കിൾ ആണ്, ഇവിടെ ഈ റെക്റ്റാങ്കിൾ. അപ്പോൾ അത് കൗണ്ട് ചെയ്യണ്ട. നെക്സ്റ്റ് സ്ക്വയർ ഇല്ലേ, സ്ക്വയർ ഷേപ്പിലുള്ള ഏതാണ്, വീടിൻ്റെ ഇവിടെ അല്ലേ 1 ഒരു സ്ക്വയർ ഇവിടെ ഉണ്ട്, ഇവിടെ പിന്നെ സ്ക്വയർ ഇല്ലല്ലോ. 2 3 4 5 6 7 അല്ലേ, 7 സ്ക്വയേഴ്സ് ഉണ്ട്. ദെൻ ട്രയാങ്കിൾസ് എത്രയുണ്ട്, ഇവിടെ ഒന്നും ട്രയാങ്കിൾ ഇല്ല, ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, 2 ട്രയാങ്കിൾ, പിന്നെ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ എത്ര ഉണ്ട് 1 2 3 4 5 അല്ലേ, 5 ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്. ഇത് 6 7 അല്ലേ, 7 ട്രയാങ്കിൾസ് ഉണ്ട്. അതുപോലെ സർക്കിൾസ് എത്ര ഉണ്ട്, 1 2 3 4 5 6 അല്ലേ, 6 ഇവിടെ ഒന്ന് 7 സർക്കിൾസും ഉണ്ട്, എല്ലാം 7 ആണുള്ളത് അല്ലേ. ഇത് റെക്റ്റാങ്കിൾ ആണ് അല്ലേ, 1 2 3 റെക്റ്റാങ്കിൾസ് ഉണ്ട്, അത് കൗണ്ട് ചെയ്യണ്ട. നെക്സ്റ്റ് ഡ്രോ ദി നെക്സ്റ്റ് പാർട്ട് അല്ലേ, ബി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പിക്ചർ വരയ്ക്കാനുള്ളതാണ്, ഡ്രോ ദി നെക്സ്റ്റ് പിക്ചർ. അപ്പോൾ ഇതെന്താണ്, ആരോ ഇങ്ങനെ റൈറ്റിലേക്കാണ് അല്ലേ, ദെൻ ഡൗണിലേക്കാണ്, താഴോട്ട് വന്നു അല്ലേ, ഇതിനിങ്ങനെ തിരിച്ചിട്ടു അല്ലേ, ഇങ്ങനെ താഴോട്ട് വന്നു, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു അല്ലേ, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഇനി മുകളിലേക്കില്ലല്ലോ, അപ്പോൾ നെക്സ്റ്റ് മുകളിലോട്ടില്ലേ, ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ എത്തി, ഇവിടേക്ക് വന്നു. നെക്സ്റ്റ് മുകളിലോട്ടുള്ളതില്ല, അപ്പോൾ നിങ്ങൾ മുകളിലേക്ക് വരയ്ക്കുക അല്ലേ. ഒരു സ്ക്വയർ, അതിൻ്റെ മേലെന്താണ് ഒരു ട്രയാങ്കിൾ അല്ലേ, അതിൻ്റെ ഉള്ളിലായിട്ടൊരു ചെറിയ സർക്കിളും ഉണ്ട്. ഓക്കെ, ആ സർക്കിൾ വരക്കുക, ഇവിടെ വരക്കാൻ കഴിയുന്നില്ല അല്ലേ. ഒരു സ്ക്വയർ, അതിൻ്റെ മേലൊരു ട്രയാങ്കിൾ അല്ലേ. ആദ്യം ഇങ്ങോട്ടുള്ളതുണ്ട്, പിന്നെ താഴോട്ട് ഈ സൈഡിൽ കൊണ്ടില്ല, ഇനി മുകളിലോട്ടുള്ളതില്ല. അപ്പോൾ അപ്പിലേക്കാക്കിയിട്ട് നിങ്ങളെന്താണ് ഇങ്ങനെ വരക്കുക അല്ലേ. ഇവിടെ ചെറിയൊരു സർക്കിളും ഉണ്ടല്ലേ, അത് വരക്കണേ. സി വാട്ട് ഇൻ നെക്സ്റ്റ് അല്ലേ, നെക്സ്റ്റ് ഇനി ഇതിലേതാണ്. പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറിൽ ഒരു ടിക്ക് ഇടാനാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് ഫസ്റ്റ് ഷെയ്ഡ് ചെയ്തത് ഈ സൈഡിലല്ലേ, ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ മുകളിൽ സൈഡ് ചെയ്തിട്ടുണ്ട്, ദെൻ റൈറ്റ് സൈഡിൽ കളർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 ബോക്സ് ഉണ്ട്, 3 ട്രയാങ്കിൾസിലും ചുറ്റുമുള്ളത് കളർ ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലുള്ളത് മാത്രമാണ് കളർ ചെയ്യാൻ ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഇനി സെൻറ്ററിലുള്ളതാണ് കളർ ചെയ്യേണ്ടത്. അപ്പോൾ സെൻറ്ററിലുള്ളത് ഏതാണ്, എ ആണ്. അപ്പോൾ അതിനൊരു ടിക്ക് ഇടുക. ആക്ടിവിറ്റി 2 ഇൻ ദി സൂ. ഫ്രണ്ട്സ് കെയിം ടു വിസിറ്റ് ദി സൂ അല്ലേ, സൂ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ദി നമ്പേഴ്സ് ഓൺ ദി എൻട്രി ടിക്കറ്റ് ആർ ഗിവൺ ബിലോ അല്ലേ. അവിടേക്ക് കയറാൻ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ടാവും, അതിൻ്റെ നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ബസ് 1ൻ്റെത് ഫ്രം 438 to 490 വരെയാണ് ഇതിൻ്റെ ബസ്സിൻ്റെ എൻട്രി ടിക്കറ്റ്. ഓക്കെ, ബസ് 2ൻ്റെ എൻട്രി ടിക്കറ്റ് ഫ്രം 500 to 553 ആണ്. ബസ് 3ൻ്റെത് ഫ്രം 599 to 608 വരെയാണ്. അപ്പോൾ എ ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റുഡൻസ് കെയിം ഇൻ ബസ് 1 അല്ലേ, ബസ് 1ൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻട്രി ടിക്കറ്റ് എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, 438 to 490 വരെയാണ്. നമുക്ക് ഇതിലുള്ള എണ്ണം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, 490 മൈനസ് 438 ആണോ, അല്ല +1 അല്ലേ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഏതാണ്, ഓപ്ഷൻ എ ആണ് അല്ലേ. കാരണം എന്താണ് അല്ലേ, ഇതിൻ്റെ ഇടയിലുള്ള കുട്ടികളില്ലേ, ഈ എണ്ണം 438നെയും കൂട്ടണം അല്ലേ. 490 മൈനസ് 438 അല്ലേ, മൈനസ് ചെയ്താൽ നമുക്ക് ഒരെണ്ണം കിട്ടും അല്ലേ. അപ്പോൾ 438 അതിൽ പെടുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ കൂട്ടണമെങ്കിൽ എന്താണ് +1 അല്ലേ, ഒന്നുകൂടി ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളെ എന്താണ് 5 മുതൽ 10 വരെയാണ് അല്ലേ. 5 മുതൽ 10 വരെ ആണെങ്കിൽ നിങ്ങൾ 10 മൈനസ് 5 ചെയ്താൽ എന്താണ് 5 കിട്ടുക. പക്ഷേ ഇവിടെയുള്ള കുട്ടികൾ 5 ആണോ, അല്ല. നിങ്ങൾ എണ്ണി നോക്കൂ, 5 6 7 8 9 10 അല്ലേ, 10 വരെയുള്ള കുട്ടികൾ, 5 മുതൽ 10 വരെ. 5 എന്ന് പറഞ്ഞത് ഒരു കുട്ടിയാണ് അല്ലേ. 5ാമത്തെ കുട്ടി, 6ാമത്തെ കുട്ടി, 7ാമത്തെ കുട്ടി, 8ാമത്തെ കുട്ടി, 9ാമത്തെ കുട്ടി, 10ാമത്തെ കുട്ടി. എത്ര ആളുണ്ട്, 1 2 3 4 5 6 കുട്ടികളില്ലേ. നമ്മൾ 10 മൈനസ് 5 ചെയ്താൽ 5 കിട്ടുള്ളൂ. അപ്പോൾ ഈ 5ാമത്തേനൂടി ഉൾപ്പെടുത്തുന്നതിൽ +1 ആഡ് ചെയ്യണം അല്ലേ, +1 ആഡ് ചെയ്യണം അല്ലേ. 490 മൈനസ് 438 കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാരെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവനെ കൂടി കൂട്ടണം, ഫസ്റ്റത്തെ ആളെ കൂടി കൂട്ടണമെങ്കിൽ +1 ആഡ് ചെയ്യണം.
അപ്പോൾ ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത്? അപ്പോൾ ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നതെന്ന് അറിയാൻ ഓരോ ബസ്സിലും എത്ര കുട്ടികളുണ്ടെന്ന് അറിയണം അല്ലേ. അപ്പോൾ നമുക്കറിയാൻ എന്താണില്ലേ, ബസ് 1ലുള്ള കുട്ടികളെ കാണാനുള്ള വഴി എന്താണില്ലേ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് +1. അതുപോലെ തന്നെ ബസ് 2ലും ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് +1 ആഡ് ചെയ്യുക. ഏറ്റവും വലിയ സംഖ്യ അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്ന ബസ് ഉണ്ടാവുക. അപ്പോൾ എത്ര കുട്ടികളാണെന്ന് നോക്കാം. ഇത് 438 മുതൽ 490 എന്ന് പറഞ്ഞാൽ 490 മൈനസ് 438 എത്രയാണ്? 0ൽ നിന്ന് 8 പോവില്ല ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുനിന്ന് കടം ചോദിക്കും അല്ലേ. 0ൽ 8 ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ആൾ ഇവൻ്റെ അടുത്തുനിന്ന് കടം ചോദിക്കും. അപ്പോൾ ഇവനൊന്ന് ഇദ്ദേഹത്തിന് കൊടുക്കില്ലേ, ഈ 0ന് കൊടുക്കും. 0ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവനൊന്ന് കൊടുത്തില്ല. അപ്പോൾ ഇത് ഒന്ന് കുറഞ്ഞു അല്ലേ, ഇത് 8ആയി. ഇവനൊന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 0ൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒന്ന് നിൽക്കുക അല്ലേ, ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താണ്, 0 10ആയി. 10ൽ നിന്ന് 8 പോയാൽ 2, 8ൽ നിന്ന് 3 പോയാൽ എത്രയാണ് 5, 4ൽ നിന്ന് 4 പോയാൽ 0. അപ്പോൾ 52 ഫസ്റ്റത്തത് അല്ലേ. 52 + 1 അല്ലേ, ഒന്നുകൂടി ആഡ് ചെയ്യണം അല്ലേ, +1 ആഡ് ചെയ്യണം. അപ്പോൾ 53 ആദ്യത്തേത്. അതുപോലെ 500 മുതൽ 553 എന്ന് പറയുമ്പോൾ 553 നിന്ന് 500 പോയാൽ എത്രയാണ്? 53 അല്ലേ. 53 അല്ലേ, 500 553 അല്ലേ. അറിയാത്തൊരു കുറച്ച് നോക്കുക. 553 മൈനസ് 500 പറഞ്ഞാൽ 3 5 53. 3ൽ നിന്ന് 0 പോയാൽ 3 തന്നെയാണ്, 5ൽ നിന്ന് 0 പോയാൽ 5 തന്നെയാണ്. അപ്പോൾ 53 +1 ആഡ് ചെയ്യണമല്ലേ, +1 ആഡ് ചെയ്യണം, മറന്നു പോയത്. +1 ആഡ് ചെയ്താൽ 54 54 ആയില്ലേ, +1. നമ്മുടെ ഇക്വേഷൻ എന്താണല്ലേ, ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് +1 അല്ലേ, ഒന്ന് കൂട്ടണം അല്ലേ, ഇയാളെയും കൂടി കൂട്ടണം അല്ലേ, ആദ്യത്തെ കുട്ടിയെ കൂടി 500ാമത്തെ ആ കുട്ടിയോട് കൂട്ടണം. അതിന് വേണ്ടിയിട്ടാണ് +1 ആഡ് ചെയ്യുന്നത് അല്ലേ. 599 മുതൽ 608 വരെ എന്ന് പറയുമ്പോൾ 608 മൈനസ് 599 അല്ലേ. 608 നിന്ന് 599 മൈനസ് ചെയ്താൽ എത്രയാണ്? 599 600 601 602 603 604 605 606 607 608 അല്ലേ. 9 ആഡ് ചെയ്തു അല്ലേ, 9 ആഡ് ചെയ്യണം ഇവിടെ എത്താൻ. +1 പറയുമ്പോൾ ഒന്നുകൂടി കൂട്ടണം അല്ലേ, 10 അല്ലേ. ഇവിടുന്ന് ഇവിടെ വരെ എത്താനില്ല, 608ലേക്ക് എത്താൻ 10 അല്ലേ, 9 ആഡ് ചെയ്യണം അല്ലേ. 9 ആണില്ല, 608 മൈനസ് 599 9 +1 ആഡ് ചെയ്താൽ 10. അപ്പോൾ ഏറ്റവും വലുതേതാണ്? നമ്മുടെ 54 അല്ലേ, ബസ് 2 ആണ്. ബസ് 2 അല്ലേ, ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത്? അപ്പോൾ ബസ് 2 എന്നിവിടെ എഴുതുക. 3 ബസ്സിലുമായി വന്ന കുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ 3 ബസ്സിലല്ലേ, ടോട്ടലാണ് വേണ്ടത്. 3 ബസ്സിലും കൂടി ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലേ. ഇതെല്ലാം ആഡ് ചെയ്താൽ എത്രയാണ്? ഇപ്പോൾ ടോട്ടൽ ആഡ് ചെയ്യാൻ എന്താണ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലേ. 3 + 4 എത്രയാണ്? 7 7 + 0 7 തന്നെയാണ്. 5 + 5 10 10 + 1 11 അല്ലേ. 117 ആണ് ആകെ കുട്ടികളുടെ എണ്ണം അല്ലേ. 3 ബസ്സിലൂടെയുള്ള ടോട്ടൽ ആകെ കുട്ടികളുടെ എണ്ണം 117 ആണ്. ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികളുള്ളത്? 54 ഉള്ളത് ബസ് 2ലാണ്, രണ്ടാമത്തെ ബസ്സിലാണ്. ആക്ടിവിറ്റി 3ൽ എ ക്വസ്റ്റ്യൻ thousands and thousands. 1000 rupees should be paid to the auto driver who take children to school. സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോ ഡ്രൈവർക്ക് പേ ചെയ്യേണ്ട പൈസ എത്രയാണ്? 1000 rupees ആണ്, 1000 രൂപയാണ് ഓട്ടോ കൂലിയിലെ വണ്ടിക്കാശ്. ദി നമ്പർ ഓഫ് നോട്ട്സ് ഗിവൺ ബൈ ഈച്ച് ചൈൽഡ് ഈസ് 5. ഓരോ കുട്ടികളും 5 നോട്ട്സ് വീതമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. 5 നോട്ട്സ് അല്ലേ, 5 നോട്ട്സ് ആണ്. ദി വാല്യൂ ഓഫ് സം നോട്ട്സ് ആർ ഗിവൺ അല്ലേ, ചില നോട്ട്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. റൈറ്റ് ദി വാല്യൂ ഓഫ് ദി റിമൈനിങ് നോട്ട്സ് അല്ലേ, ബാക്കിയുള്ള നോട്ട്സിൻ്റെ വാല്യൂ എഴുതണം. അപ്പോൾ ആകെ എന്താണ് 1000 rupees ആവണം അല്ലേ. 5 നോട്ട്സ് 1 2 3 4 5 അല്ലേ, 5 നോട്ട്സ്. അതിൽ ഇഷാന് പേ ചെയ്തത് ഒരു 200ൻ്റെ നോട്ടാണ് അല്ലേ, ഒരു 200 രൂപയുടെ നോട്ട് കൊടുത്തു. ബാക്കി എത്ര വേണം അല്ലേ, 1000 ആവണം. നമ്മളൊരു 100 എടുത്താൽ 300 ആയി അല്ലേ. ഓക്കെ, ഒരു 100 എടുത്താൽ 300 ആയി. വീണ്ടും ഒരു 100 എടുത്താൽ 400 ആയി. ഇപ്പോൾ എത്ര വേണ്ടത്? വീണ്ടും ഒരു 100 എടുത്താൽ 500 ആയി, 500 ആയി. ഓക്കെ, നെക്സ്റ്റ് 1000 എത്താൻ എന്താ വേണ്ടത്? ഒരു 500 കൂടി വേണം. അപ്പോൾ ഒരു 500ൻ്റെ നോട്ട് കൊടുക്കുക അല്ലേ. 100ൻ്റെ നോട്ടുണ്ട് ഇല്ലേ, 500ൻ്റെ നോട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ 1000 rupee ആയാൽ മതി. ഓക്കെ, അപ്പോൾ 1000 rupee ആവാൻ 200 300 ആയി, 400 500, പിന്നെ ഒരു 500 കൂടി. 500 അല്ല 1000 അല്ലേ. 500 + 500 അല്ലേ, 5 5 ആണ് 10 അല്ലേ, 0 0 5 5 10 അല്ലേ. അപ്പോൾ 1000 rupees ആയി അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്, ഇങ്ങനെ 500 എടുത്തു, ഒരു 500 നോട്ട് എടുത്തു. ഓക്കെ, ഇവിടെ എന്താണ്, ഒരു 500ൻ്റെ നോട്ട് എടുത്തിട്ടുണ്ടല്ലേ. ഇനി 1000 ആയാൽ മതിയില്ലേ. ബാക്കി 1000 ആവാൻ എത്രയൊക്കെ നോട്ട് എടുക്കണം? നമ്മളൊരു 200ൻ്റെ നോട്ട് കൂടി എടുത്താൽ എത്രയായി?
അപ്പോൾ ഇവിടെ ഒരു 200 നോട്ടില്ലേ, വീണ്ടും ഒരു 200 നോട്ട് എടുത്താൽ 400 ആയി. ഓക്കെ, പിന്നെ ഒരു 100 നോട്ട് എടുത്താൽ 500 1000 ആയി. പക്ഷേ ഇവിടെ ഒരു ബാക്കിയുണ്ടല്ലോ, 5 നോട്ട്സ് എടുക്കണമല്ലേ, 5 നോട്ട്സാണ് എല്ലാവരും കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ 100നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 50 ഇല്ലേ, 50യും 100 ആയില്ലേ, 2 നോട്ടുകൾ വേണമല്ലേ. ഒരു നോട്ട് എടുത്താൽ 100 ആയി 1000 ആവും. ബട്ട് ഇവിടെ എന്താണ്, ഒരു നോട്ട് ബാക്കിയുണ്ടല്ലേ, 5 നോട്ട്സ് ടോട്ടൽ വേണം. അപ്പോൾ നമ്മൾ ആ 100നെ 50 2 നോട്ടുകളാക്കിയില്ലേ, അപ്പോൾ 5 നോട്ടുകളായില്ലേ. അപ്പോൾ ഇത് 100ല്ലേ, 200 400 500 1000 ആയി. ഇനി അടുത്ത ആൾ എത്രയാണ്, ഒരു 100ൻ്റെ നോട്ടാണ് ആദ്യം കൊടുത്തത്. ബാക്കി എത്രയൊക്കെ കൊടുക്കാം അല്ലേ, ബാക്കി ഒരു 500ൻ്റെ നോട്ട് എടുക്കുക അല്ലേ. അപ്പോൾ എന്താണ് 600 ആയി. ദെൻ 100 എടുത്താൽ 700 ആയി. ദെൻ 200 എടുത്താൽ എത്രയായി, 800 900 അല്ലേ. ദെൻ ഒരു 100ൻ്റെ നോട്ട് കൂടി എടുക്കാം അല്ലേ. എത്രയായി ഇപ്പം അല്ലേ. അപ്പോൾ എത്രയായില്ലേ, 500ഉം 200ഉം 100ഉം എത്രയാണ്, 200 അല്ലേ. 400 500 അല്ലേ, 500ഉം 1000 ആയി. ആകെ 1000 ആവണം, 5 നോട്ടുകളും വേണം. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നു അങ്ങനെയൊക്കെ ബോക്സ് ആക്കാം അല്ലേ. 50 100 അല്ലേ, 200 300 400 500 ആയി. പിന്നെ ഒരു 500 കൂടി വേണമല്ലേ 1000 1000 ആകാൻ. അങ്ങനെ 1000 ആക്കിയാൽ മതി അല്ലേ, 5 നോട്ടുകളാവണം. ബി, മിഷ ബോട്ട് എ 500 rupee നോട്ട് ആൻഡ് സം 10 rupee നോട്ട്സ്. മിഷ കുറച്ച് 500 rupee നോട്ട്സും കുറച്ച് 10 rupee നോട്ട്സും വാങ്ങി. പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദി ടോട്ടൽ നമ്പർ ഓഫ് നോട്ട് ഷീ ബോട്ട്സിൽ. ടോട്ടൽ നമ്പറിന് ടിക്ക് മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ 500ഉം 10ഉം ആഡ് ചെയ്താൽ 510. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കില്ലേ, 50 ആണ് ഉദ്ദേശിച്ചതെങ്കിൽ 50 ആയിരിക്കില്ലേ, 0 കൂടിപ്പോയതാണെങ്കിലേ ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു സംഖ്യ ഇല്ല അല്ലേ, ഓപ്ഷൻ ഇല്ല. 510 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ഇല്ല. ഇത് 50 ആയിരിക്കില്ലേ, 50 rupee നോട്ട്സും 10 rupee നോട്ട്സും. അപ്പോൾ ഒരു 50 rupee നോട്ടും കുറച്ച് 10 rupee നോട്ട്സും അല്ലേ, ഒരു 50 rupee നോട്ട്സും അതുപോലെ കുറച്ച് 10 രൂപ നോട്ടുകൾ അല്ലേ. എത്ര 10 രൂപ എടുത്തിട്ടുണ്ടാവും അല്ലേ, ഇവിടെ 10 രൂപ അല്ലേ, ഒരു രൂപ എക്സ്ട്രാ ഉണ്ട്. ദെൻ 50ൻ്റെ കൂടെ 10 രൂപ ഇവിടെ ഇല്ല. ഇവിടെ ഒരു 10 രൂപൻ്റെ 5 നോട്ട് എടുത്താലല്ലേ, 5 10 rupee നോട്ട്സ് എടുത്താൽ നമുക്ക് എന്താണ്, 5 1 എടുത്താൽ 50 ആയി അല്ലേ, 30 50. അപ്പോൾ 50യും 50യും 100 ആയി അല്ലേ. 10 രൂപ കുറച്ച് 10 രൂപൻ്റെ നോട്ടുകളാണ് എടുത്തത്. അപ്പോൾ 100 ശരിയാണ്, 101 തെറ്റാണല്ലേ, ഒരു രൂപ എക്സ്ട്രാ ഉണ്ടല്ലേ. 10 രൂപ നോട്ടുകൾ എടുത്താൽ നമുക്ക് 101 കിട്ടില്ല ഇല്ലല്ലോ, 101 കിട്ടില്ല അല്ലേ. ഒരു 1 rupee ബാലൻസ് ഉണ്ട് ഇല്ലേ. ഇപ്പോൾ 10 രൂപ നോട്ടുകളാകുമ്പോൾ അല്ലേ 50 100 അല്ലെ 60 70 80 അങ്ങനെയൊക്കെയാണ് വരേണ്ടത് അല്ലേ. 10 രൂപ നോട്ടുകൾ എടുക്കണമെങ്കിൽ 1 രൂപ ഉണ്ടാവില്ല. അപ്പോൾ ഇത് 100 ആണ് നമ്മുടെ ആൻസർ അല്ലേ, സി ആണ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. ദർ ആർ 2 നോട്ട്സ് ഈച്ച് ഓഫ് 5 10 20 ആൻഡ് 50 ഇൻ എ ബോക്സ്. വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് എമൗണ്ട് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ടേക്കിംഗ് 3 നോട്ട്സ് ഫ്രം ദിസ്. അപ്പോൾ ഇതിൽ നിന്ന് 3 നോട്ടുകൾ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് എമൗണ്ട് ഏതാണെന്ന്. ദർ ആർ 2 നോട്ട്സ് ഈച്ച് ഓഫ്, ഓരോന്നും 2 നോട്ട്സ് ഉണ്ടല്ലേ. ദർ ആർ 2 നോട്ട്സ് ഈച്ച് ഓഫ് അല്ലേ, ഓരോന്നും 2 വീതം നോട്ടുകളുണ്ട്. 2 5 രൂപയുണ്ട്, 2 10 രൂപയുണ്ട്, അതുപോലെ 2 20 രൂപയുണ്ട്, 2 50 രൂപയുണ്ട് ഒരു ബോക്സിലില്ലേ. ഒരു ബോക്സിൽ എന്താണ് ഒക്കെ 2 വീതം ഉണ്ടല്ലേ, 2 ഓഫ് ഈച്ച്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് എമൗണ്ട് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ടേക്കിംഗ് 3 നോട്ട്സ് ഫ്രം ദിസ്. ഇത് നമുക്ക് 3 നോട്ടുകൾ എടുത്തിട്ട് ഏറ്റവും ചെറിയ സംഖ്യ, ഏറ്റവും ചെറിയ എമൗണ്ട് ഉണ്ടാക്കാൻ കഴിയും. സ്മോളസ്റ്റ് എമൗണ്ട് എത്രയാണ്. 3 നോട്ടുകൾ എടുക്കാം അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ 3 എടുക്കുക അല്ലേ, വലുതെടുത്താൽ വലിയ നമ്പർ ആവില്ല. അപ്പോൾ ഏറ്റവും ചെറിയ 3 5ഉം 5ഉം 10ഉം, ഇതിന് 3 അല്ലേ ഏറ്റവും ചെറുത് അല്ലേ, 3 ഏറ്റവും ചെറിയ 3 എടുത്തു. നമുക്ക് 10ഉം 5ഉം 5 എത്രയാണ് 10 അല്ലേ, 10ഉം 10ഉം 20 അല്ലേ. ഈ 3 എടുത്താൽ 20 ആണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും സ്മോളസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. 3 നോട്ട് എടുക്കണം അല്ലേ, 3 നോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇതിലുള്ള 3 നോട്ട് 3 നോട്ട്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന സ്മോളസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 20 ആണ്. ആക്ടിവിറ്റി 3 ബി ക്വസ്റ്റ്യൻ. കാർഡ് ഗെയിം. മനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് കാർഡ്സിൽ. അവർ കാർഡ്സ് കളിക്കുകയാണ്. ഈച്ച് വൺ ക്യാൻ ടേക്ക് 3 കാർഡ്സ് വിത്ത് ഐ ക്ലോസ് അല്ലേ. കണ്ണടച്ചിട്ട് ഓരോരുത്തർക്കും 3 കാർഡ് വീതം എടുക്കാം. ദി സം ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദി കാർഡ്സ് ടേക്കൺ ഈസ് ദി പോയിൻറ്റ്സ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ അവർക്ക് കിട്ടിയ പോയിൻ്റ് എന്ന് പറയുന്നത് ആ കാർഡ്സിൻ്റെ സമ്മാണല്ലേ, സം ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദി കാർഡ്സ്. ആ കാർഡ്സിൻ്റെ സമ്മാണ് അവരുടെ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാർഡ്സ് ആണല്ലേ, 3 കാർഡ്സ് മനുവിൻ്റെ 3 കാർഡ്സിലെ നമ്പർ കാർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് ഇത് 3ൻ്റെയും സമ്മാണല്ലേ, ടോട്ടല് കൂട്ടിയാൽ കിട്ടുന്നതാണ് പോയിൻറ്റ്സ്. അപ്പോൾ ഇത് 3 കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇവിടെ പോയിൻ്റ് ആയിട്ട് എഴുതേണ്ടത് അല്ലേ. ഇവിടെ ഇത് 3 കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇവിടെ പോയിൻ്റ് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇവിടെ ഒരു സംഖ്യയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു സംഖ്യ കിട്ടണം അല്ലേ. അപ്പോൾ അതേതാണ് സംഖ്യ എന്ന് കണ്ടെത്തണം അല്ലേ. ഇവിടെ ഈ
രണ്ട് സംഖ്യകളിലെ ഈ 3 കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. അപ്പം അങ്ങനെ കിട്ടുന്ന 2 സംഖ്യകളാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പോയിന്റിലെ സമ്മാണ് പോയിന്റ് എന്ന് പറയുന്നത്. മനുവിൻ്റെ പോയിന്റ് ഇതിൻ്റെ ഈ കാർഡ്സിൻ്റെ സമ്മാണ്. അപ്പോൾ 200 പ്ലസ് ഇതിൻ്റെ 3ൻ്റെയും സമ്മില്ലേ 200 പ്ലസ് 110 പ്ലസ് 165 3 നമ്പേഴ്സ് ഇതല്ലേ കാർഡ്സിലുള്ളത്. അത് 3 ആഡ് ചെയ്താൽ നമുക്ക് സമ്മ് കിട്ടും. ഓക്കെ, അപ്പോൾ 5 6 1 7 2 3 4 ആഡ് ചെയ്താൽ 475 എന്ന് കിട്ടി. നെക്സ്റ്റ് ഇവിടെ സാമിന് 100ഉം 150യും എത്ര കൂടി ആഡ് ചെയ്യണം 360 കിട്ടാൻ 100 100 200 250 ആയിട്ടുണ്ട് ഒരു 50 കൂടി ആഡ് ചെയ്താൽ 300 ദെൻ 360 എത്താൻ ഒരു 60 കൂടി 60ഉം 50ഉം എത്രയാണ് 60യും 50യും 60യും 50 എത്രയാണ് 6 7 8 9 10 11 110. അപ്പോൾ ഇവിടെ 110 എടുക്കണം ഇത് 3 കൂടി കൂട്ടി നോക്കൂ ഇത് 3 കൂടി കൂട്ടുന്ന സമ്മാണ് ഇവിടെ കിട്ടേണ്ടത് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന്ന് മൈനസ് ചെയ്താലും ഇത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിക്ക് ഉണ്ടെങ്കിൽ ഇവിടെ 100 ഉണ്ട് 150 ഉണ്ട് 100 200 250 ആയിട്ടുണ്ട് ഇനി ഒരു 50 കൂടി ആഡ് ചെയ്താൽ 300 ആയി 300 60 എത്താൻ എത്ര വേണം ഒരു 60 കൂടി. ഓക്കെ, അപ്പോൾ 60ഉം 50ഉം 60 50 എത്രയാണ് 110 അല്ലേ. 3 കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഈ സംഖ്യ കിട്ടും. നെക്സ്റ്റ് ഇവിടെ 100 തന്നിട്ടുണ്ട് 440 എത്താൻ എത്ര കൂടെ ആഡ് ചെയ്യണം 100 200 300 400 അതായത് 100ന്ന് എത്ര 300 ആഡ് ചെയ്യണം. ദെൻ ഒരു 40 കൂടി ആഡ് ചെയ്യണം 100ന്ന് 200 300 400 ഒരു 300 ആഡ് ചെയ്താൽ 400 കിട്ടി. പ്ലസ് ഒരു 40 കൂടി 440 എത്താൻ ഒരു 340 ആഡ് ചെയ്യണം. അപ്പോൾ 340 ആഡ് ചെയ്യാൻ നമുക്കിവിടെ 340 എടുക്കാം. 340 ആയില്ലേ. ഓക്കെ, അപ്പോൾ 340 ആയി. അപ്പോൾ 440 കിട്ടി പോയിൻറ്റ്സിൽ. ഇതിൻ്റെ സമ്മ് 440 ആയില്ലേ. 300 400 440 ഇത് 3 കൂടി കൂട്ടിയാൽ 440 കിട്ടി. ഇതിന് ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് 4 നമ്പർ കാർഡ്സ് ടു ഗെറ്റ് ദി സം 1000 കിട്ടാൻ 4 നമ്പർ കാർഡ്സ് അതിൻ്റെ സമ്മാണ് 1000 കിട്ടുന്നതെങ്കിൽ ആ നമ്പർ കാർഡ്സിലെ 4 നമ്പർ കാർഡ്സ് കണ്ടുപിടിക്കണം. ബി കൂട്ടുമ്പോൾ 1000 കിട്ടുന്ന 4 സംഖ്യാ കാർഡുകൾ തന്നിട്ടുള്ളവയിൽ നിന്നും കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ഏതൊക്കെ 4 കാർഡുകൾ എടുത്താലാണ് നമുക്ക് 1000 കിട്ടുക. ഇതിന് നിങ്ങൾക്ക് ഈ കാർഡുകളിൽ നിന്നും ഏതെങ്കിലും 4 എടുക്കാം. 1000 കിട്ടുകയും വേണം. ഈ സംഖ്യാ കാർഡുകളിൽ നമുക്ക് ഒരു 300 100 എടുത്താൽ 400 വീണ്ടും ഒരു 100 എടുത്താൽ 500 ആയി 3 കാർഡുകളായി. 3 കാർഡുകൾ എടുത്തപ്പോൾ നമുക്ക് 500 കിട്ടി. അപ്പോൾ 4 കാർഡേ ആകെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 300 200 എടുക്കാം. അപ്പോൾ 500 ആയില്ലേ. 300 200 എടുത്താൽ 500 ആയി. 100 200 എടുത്താൽ 500 ആയില്ലേ. പിന്നെ 2 കാർഡുകളൂടെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഏതൊക്കെ 2 കാർഡുകൾ എടുത്താൽ നമുക്ക് 500 കിട്ടും ഒരു 150 100 എടുത്താൽ 500 കിട്ടുമോ ഇല്ല. 165 110 എടുത്താൽ 500 കിട്ടും. ഇനി 2 കാർഡുകൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് 300 200 എടുത്താലേ നമുക്ക് 500 കിട്ടുള്ളൂ അപ്പോൾ 300 200 തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ 4 കാർഡുകൾ എടുത്ത് 4 കാർഡുകൾ എടുത്ത് 4 സംഖ്യാ കാർഡുകൾ എടുത്തിട്ട് 1000 കിട്ടിയില്ലേ. 500 500 1000. ആക്ടിവിറ്റി ഫോർ ടൂർ. Each student has to pay 625 rupees for the study tour. സ്റ്റഡി ടൂറിന് വേണ്ടിയിട്ട് ഓരോരുത്തരും 625 രൂപ കൊടുക്കേണ്ടതുണ്ട്. മനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് പെയ്ഡ് 625 rupees in different ways. മനു അവൻ്റെ സുഹൃത്തുക്കളും വ്യത്യസ്ത രീതികളിലാണ് ഈ 625 രൂപ കൊടുത്തത്. വ്യത്യസ്ത വഴികളിലാണ് അവരത് പേ ചെയ്തത് ഒരു 500 രൂപ നോട്ടും 25 രൂപയും 100 രൂപയൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ 100 രൂപൻ്റെ 5 വെച്ചിട്ട് 500 ആക്കുന്നവരില്ലേ. അങ്ങനെ പല വഴികളിലാണ് നമ്മൾ പൈസ കൊടുക്കുക റൈറ്റ് ദി നോട്ട്സ് ഗിവൺ ബൈ തമ്മിൽ. അപ്പോൾ ഓരോരുത്തരും എങ്ങനെയൊക്കെ കൊടുക്കാം വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തരും കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്താണ് ടോട്ടൽ 625 കിട്ടണമെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഈ നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ 625. ഓക്കെ, അപ്പോൾ എത്ര ഹൺഡ്രഡ്സ് എടുക്കണം 600 600 ആവാൻ 6 ഹൺഡ്രഡ്സ് എടുത്താൽ 600 ആയി 6 ഹൺഡ്രഡ്സ് 600 ആയി. പിന്നെ 25 25 വൺസിൽ 25 രൂപയുടെ 1 രൂപകളിൽ 1 രൂപയുടെ 25 എടുത്താൽ 625 ആയി. ഓക്കെ, അപ്പോൾ 625 ഇതായി. നെക്സ്റ്റ് ഇവിടെ എന്താണ് RS 100 രൂപേൻ്റെ എത്ര എടുക്കണം 600 ആവാൻ 6 ഹൺഡ്രഡ്സ് എടുത്താൽ 600 ആയി. ദെൻ ടെൻസ് എത്ര എടുക്കണം ദെൻ ടെൻസ് 2 ടെൻസ് 20 ആയില്ലേ. 2 ടെൻസ് എടുത്താൽ 20 ആയി. ദെൻ 5 5 എടുത്താൽ 5 625 6 ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ 600 ആയില്ലേ. 6 × 100 0 വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഒരു എളുപ്പവഴി ഉണ്ടല്ലേ. അതായത് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് എത്ര 0 ഉണ്ടോ അതിട്ട് കൊടുക്കുക. 6 2 0 600. 2 ടെൻസ് എന്ന് പറഞ്ഞാൽ 2 × 10 എത്രയാണ് 2 × 1 2 10. ദെൻ 5 അതായത് 625 625 തന്നെ കിട്ടിയില്ലേ 6 ഹൺഡ്രഡ്സ്
ടെൻസ് ഇല്ലേ 20 എന്ന് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് 600 നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് 625 അല്ലേ, 625 600ഉം ഒരു 20യും ഒരു 5ഉം ചേർന്നതാണല്ലേ 625. അല്ലെങ്കിൽ എങ്ങനെയാണ് 600ഉം 600ഉം 25ഉം അല്ലേ, 600ഉം 25ഉം അല്ലേ, ഒരു 625ഉം 625 തന്നെയാണ്. വേറെ എങ്ങനെയാണുള്ളത്, എത്ര ഒന്നുകൾ ചേർന്നതാണ് 625 ലൈക്ക് 625 വൺസ് അല്ലേ, 1 രൂപ അല്ലേ, 2 രൂപ 2 രൂപയാവണമെങ്കിൽ 2 1 രൂപ എടുക്കണം അല്ലേ. 625 ആവണമെങ്കിൽ 625 1 രൂപ എടുത്താലല്ലേ ഉള്ളൂ 625 കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒന്ന് തന്നിട്ടുണ്ടല്ലേ 500 റുപ്പീസ് നോട്ട്സ് എടുത്തിട്ടുണ്ടല്ലേ, 500s എടുത്തിട്ടുണ്ട്. അപ്പോൾ 500 ആയി അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഒരു 100ഉം 25ഉം ബാക്കിയുണ്ടല്ലേ, 600ലേക്ക് എത്താൻ ഒരു 100 വേണം, 100ഉം 25ഉം വേണം. അപ്പോൾ എത്ര ടെൻസ് എടുക്കണം 100 കിട്ടാൻ. 100 കിട്ടണമെങ്കിൽ എത്ര 10 ടെൻസ് അല്ലേ, 10 × 10 ആണ് 100 എന്ന് പറയുന്നത് അല്ലേ. 10 × 10 അല്ലേ, 1 × 1 1, പിന്നെ എത്ര സീറോ ഉള്ളത് 2 zeros അല്ലേ. 100 എന്ന് പറയുന്നത് 10 × 10 ആണ്. അപ്പോൾ 10 ടെൻസ് എടുക്കണം നമുക്ക് എന്ത് കിട്ടാൻ, 100 കിട്ടാൻ. അപ്പോൾ 600 ആയില്ലേ. ഒരു 100ൻ്റെ 5 നോട്ട്സ് എടുത്താൽ 500 ആയി, 10ൻ്റെ 10 നോട്ട്സ് എടുത്താൽ 100 ആയി, അപ്പോൾ 600 ആയി. പിന്നെ ഒരു 25 അല്ലേ ബാക്കിയുള്ളത്, 25 വൺസ് എടുത്താൽ 625 ആയി അല്ലേ. അപ്പോൾ 25 വൺസ് എടുക്കാം. നെക്സ്റ്റ് ഇവിടെ 100s എത്ര എടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര എടുക്കില്ല. അപ്പോൾ 600s എടുക്കാം. ഓക്കെ, 600s എടുത്താൽ 600 ആയി അല്ലേ, 600. പിന്നെ 25 ബാക്കിയുള്ളത്, 20ക്ക് 2 ടെൻസിലെ 2 ടെൻസ് എടുത്താൽ 20 ആയി. ഇനി എത്ര 1 എടുക്കണം, 5 ആണ് ബാക്കിയുള്ളത്, 5 വൺസ് എടുത്താൽ 625 അല്ലേ. 600s 20 അല്ലേ, 2 ടെൻസ് പറഞ്ഞാൽ 20 25 625 ആയി. ഇനി 62 അല്ലേ, 62 എത്ര എടുക്കണം, എത്രേൻ്റെ എടുക്കുക, 62 ടെൻസ് എടുത്താൽ 62 10കൾ എടുത്താൽ 620 ആകും ഇല്ലേ. 62 10കളിൽ 62, 62 × 10 എന്താണ് നമ്പേഴ്സിൽ 62 × 1 62, പിന്നെ ഒരു 0 620 കിട്ടില്ലേ, 620 കിട്ടി. 625 വേണമല്ലോ, ഒരു 5 അല്ലേ. അപ്പോൾ 62 നോട്ടുകൾ 10 രൂപയുടെ 62 നോട്ടുകൾ എടുത്താൽ 620 കിട്ടും. പിന്നെ ഒരു 5ൻ്റെ എത്രയാണ് 1 എടുത്താൽ അതിലെ ഒരു നോട്ട് എടുത്താൽ മതി അല്ലേ, ഒരു നോട്ട് എടുത്താൽ 625 അല്ലേ. 620 കിട്ടിയില്ലേ, 62 10കൾ എടുക്കുമ്പോൾ 620 കിട്ടി. 1 രൂപൻ്റെ അല്ലേ, 5 1 രൂപ എടുത്താൽ 5 രൂപയും കിട്ടിയില്ല, അപ്പോൾ 625. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. 625നെ നമുക്ക് 620 + 5 എന്താണ് 625 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ 620ഉം 5ഉം ആഡ് ചെയ്താലേ 625 ആണ്. അതുപോലെ 600ഉം 25ഉം ആഡ് ചെയ്താലും 625 ആണ്. അതുപോലെ 600ഉം 20ഉം 5ഉം ആഡ് ചെയ്താലും 625 ആണ്. 625 ഒന്നുകൾ എടുത്താലും 625 ആണ്. അതുപോലെ 62 ടെൻസ് എടുത്താൽ എന്താണ് 620 ആയില്ലേ. പിന്നെ ഒരു 5 വൺസും 625 ആയി. അങ്ങനെ നമുക്ക് ഇതിനെ ഓരോ വ്യത്യസ്ത രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ആക്ടിവിറ്റി 5ൽ എ ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഫൈൻഡ് ദി നമ്പർ. The table shows the number of students in 2 schools in a പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിലെ 2 സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് താഴെ കാണിക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. എ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് സ്കൂൾ. ഓരോ സ്കൂളിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം ആഡ് ചെയ്യുകയല്ലേ, സമ്മാണ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ 1ൽ ക്ലാസ് 1 2 3 4 അല്ലേ, ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികൾ വീതം എന്നുണ്ട്, ഓരോ സ്റ്റുഡൻസും അല്ലേ, ഓരോ സ്കൂളിലെയും ടോട്ടൽ സ്റ്റുഡൻസ് അല്ലേ, ടോട്ടലാണ് ഇവിടെ എഴുതേണ്ടത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക അല്ലേ, ആഡ് ചെയ്യാൻ അറിയില്ലേ. അപ്പോൾ 110 121 പിന്നെ എന്താണ് 123 100 അല്ലേ, 100 അല്ലേ, ഇതൊക്കെയാണ് സ്കൂൾ 1ലുള്ളത് അല്ലേ. ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 1 3 4 2 2 4 1 5 1 2 3 4 അല്ലേ, 454 ആണ് സ്കൂൾ 1ലുള്ളത്. ദെൻ സ്കൂൾ 2ൽ എത്രയാണ് 9ഉം 1ഉം എത്രയാണ് 10 10ൽ 0 1 ബാലൻസ് 1ഉം 2 3 4 5 6 1 2 3 4 അല്ലേ, 460 എന്ന് കിട്ടി. ബി ക്വസ്റ്റ്യൻ, വെൻ സം സ്റ്റുഡൻസ് ഫ്രം സ്കൂൾ 2 ജോയിൻഡ് സ്കൂൾ 1. സ്കൂൾ 2ലുള്ള കുറച്ച് സ്റ്റുഡൻസ് സ്കൂൾ 1ലേക്ക് ജോയിൻ ആയിട്ടുണ്ടല്ലേ, ഇങ്ങോട്ട് മാറിച്ചേർന്നു അല്ലേ, സ്കൂൾ മാറി. ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബോത്ത് സ്കൂൾ ബിക്കം ഈക്വൽ. അപ്പോൾ എന്താണ് 2 സ്കൂളത്തെ എണ്ണവും എന്തായി തുല്യമായില്ലേ, ഈക്വലായി. ഹൗ മെനി സ്റ്റുഡൻസ് മൂവ് ടു സ്കൂൾ 1? അങ്ങനെയാണെങ്കിൽ സ്കൂൾ 1ലേക്ക് എത്ര സ്റ്റുഡൻസ് പോയിട്ടുണ്ടാകും? പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറിന് ടിക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് എത്രയോ കുട്ടികൾ ഇങ്ങോട്ട് പോയപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയില്ലേ.
അപ്പോൾ ഈക്വൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ നിന്നില്ലേ 2 കുട്ടികളാണ് ഇങ്ങോട്ട് പോയതെങ്കിൽ ഇതെത്രയാവും? 454, 55, 56 ആവില്ലേ? 456 ആകും. ഇവിടുന്ന് 2 പോയാൽ എത്രയാണ്? 460 നിന്ന് 2 പോയാൽ 459, 58 ആവും അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ആഡ് ചെയ്തല്ലേ, 3 കുട്ടികളാണ് പോകുന്നതെങ്കിൽ ഇതെത്ര ആവും? 454, 55, 56, 57 ആയില്ലേ? 457 ആയില്ലേ? ഓക്കെ, 457 ആയി. ഇന്ന് 3 കുറച്ചാൽ മൈനസ് ചെയ്താൽ എത്രയാണ്? 3 കുട്ടികൾ ഇങ്ങോട്ട് പോയി അല്ലേ? പോയപ്പോൾ ഇതെത്രയാവും? 459, 58, 57 457. ഇപ്പോൾ രണ്ടും ഈക്വൽ ആയില്ലേ? 2 457 ആയി. അപ്പോൾ 3 കുട്ടികളാണ് പോയിട്ടുള്ളത് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. രണ്ടോ ജോയിൻ ചെയ്തപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണം. ഈക്വൽ ആവണമെങ്കിൽ 3 കുട്ടികൾ ഇങ്ങോട്ട് പോകുമ്പോൾ 3 ആഡ് ചെയ്യുമ്പോൾ 457 ആയി, 457 ആയി. ഇതിന്ന് 3 പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 മൈനസ് ആയില്ലേ? അതായത് 457. 2 ക്ലാസ്സിലും 457 ആയി, ഈക്വൽ ആയി. 5 ബി ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 5 ബി ക്വസ്റ്റ്യൻ, ഫ്രൂട്ട് ഷോപ്പ്. മനുസ് ഫാദർ ഹാസ് 2 ഫ്രൂട്ട് ഷോപ്പ് ഇൻ ദി ടൗൺ. മനുവിൻ്റെ അച്ഛൻ 2 ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്, ഷോപ്പ് 1, ഷോപ്പ് 2. ദി ഡീറ്റെയിൽസ് ഓഫ് ദി സെയിൽസ് ഓഫ് ബനാന ഡ്യൂറിങ് ഓണം ഈസ് ഗിവൺ ബിലോ. ഓണത്തിൻ്റെ സമയത്ത് ബനാനയുടെ സെയിൽസിൽ ഫസ്റ്റ് ഡേയിൽ ഇത്ര കിലോഗ്രാം ചിലവായിട്ടുണ്ടല്ലേ? 212 കിലോഗ്രാം ബനാന വിറ്റ് പോയിട്ടുണ്ട്. ഷോപ്പ് 2ലാണെങ്കിലോ 125 കിലോഗ്രാമിലെ അത്രേ വിറ്റ് പോയിട്ടുള്ളൂ. സെക്കൻഡ് ഡേ, രണ്ടാമത്തെ ദിവസം 177 കിലോഗ്രാം ബനാന വിറ്റുപോയി അല്ലേ? ഇവിടെയാണ് ഷോപ്പ് 2ൽ 215 215 കിലോഗ്രാമിലെ അത്രയും വിറ്റുപോയില്ലേ? കൂടി. അപ്പോൾ ഫൈൻഡ് ദി ടോട്ടൽ സെയിൽസ് ഇൻ ഈച്ച് ഡേ. ഓരോ ദിവസത്തെയും ടോട്ടൽ കാണാനാണ് ഫസ്റ്റ് ഡേയിലുള്ളത്. ടോട്ടൽ കാണാൻ ഇത് ആഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഡേയിൽ കാണാൻ ഫസ്റ്റ് ഡേത്തെ ടോട്ടലാണ് കാണേണ്ടത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഡേയിലെ. ഇത് ഷോപ്പ് 1ത്തെ, ഷോപ്പ് 2ത്തെ. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ? ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ. അപ്പോൾ ഫസ്റ്റ് ഡേത്ത് ഇത് രണ്ടും ആഡ് ചെയ്യണം. ഫസ്റ്റ് ഡേത്തത് ഇത് രണ്ടും ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 212 അതുപോലെ എത്രയാണ്? 175 ഫസ്റ്റ് ഡേയിൽ. 5ഉം 2ഉം എത്രയാണ്? 7 1ഉം 8 1ഉം 2ഉം 3 387 ആണ് ഫസ്റ്റത്തെ ഡേയിലെ. 387 ആണ്. ദെൻ സെക്കൻഡ് ഡേയിൽ എത്രയാണ്? 177 പ്ലസ് 215 ഇതല്ലേ സെക്കൻഡ് ഡേയിൽ അല്ലേ? 7 5 എത്ര? 7 8 9 10 11 12ന് 2 ശിഷ്ടം 1 1ഉം 1ഉം 2 2 എത്രയാണ്? 7 8 9 അല്ലേ? 9 2ഉം 1ഉം 3 392 ആണ് രണ്ടാമത്തെ ദിവസം. ഓക്കെ, ഇനി മൂന്നാമത്തെ ദിവസമോ? 208 പ്ലസ് 217 7 8 എത്രയാണ്? 8 9 10 11 12 13 14 15ന് 5 ശിഷ്ടം ബാലൻസ് 1 1ഉം 1ഉം 2 2 2 4 425 ആണ് തേർഡ് ഡേയിൽ. ദി മോർ സെയിൽസ് വാസ് ഓൺ ഡാഷ് ഡേ. ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നത് ഏത് ദിവസമാണ്? ഏറ്റവും കൂടുതൽ കിലോഗ്രാം 425 തേർഡ് ഡേയിലാണ് അല്ലേ? ഡേ 3ലെ മൂന്നാമത്തെ ദിവസം തേർഡ് ഡേയിലാണ് ഏറ്റവും കൂടുതൽ 425 കിലോഗ്രാം ബനാന വിറ്റയച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സംഖ്യ അതല്ലേ? ഏറ്റവും കൂടുതൽ കിലോഗ്രാം വിറ്റയച്ചത് തേർഡ് ഡേയിലാണല്ലേ? മൂന്നാമത്തെ ദിവസമാണ്. ബി ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് ബനാനാസ് വെർ സോൾഡ് ഇൻ ദി ഫസ്റ്റ് ഷോപ്പ് ഇൻ 3 days. പുട്ട് ടിക്ക് ഓൺ ദി കറക്റ്റ് ആൻസർ. എത്ര ബനാനാസാണ് ഫസ്റ്റ് ഷോപ്പിൽ 3 ദിവസത്തിൽ വിറ്റയച്ചത്? ആദ്യത്തെ ഷോപ്പിൽ 3 ദിവസത്തിൽ വിറ്റയച്ചത്. അപ്പോൾ ആദ്യത്തെ ഷോപ്പിൽ ഈ 3 ദിവസവും ആദ്യത്തെ ഷോപ്പത്തതാണ് ചോദിച്ചത്. ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും തേർഡ് ഡേ അല്ല. അപ്പോൾ ഫസ്റ്റത്തെ ഷോപ്പിലില്ലേ, ആദ്യത്തെ ഷോപ്പിലുള്ളത് ഇതാണ് ടോട്ടലില്ലേ. അപ്പോൾ ടോട്ടൽ എത്ര ബനാനാസ് വിറ്റയച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്യണം അല്ലേ? 212 177 208 ഇതൊക്കെയാണ് ഫസ്റ്റത്തെ ഷോപ്പിലെ ബനാനാസിൻ്റെ കിലോഗ്രാം അല്ലേ? ഷോപ്പ് 1ത്തത്. ഇതെല്ലാം ആഡ് ചെയ്താൽ എത്ര കിട്ടും? അപ്പോൾ 8ഉം 2ഉം 10 10ഉം 7ഉം 17ന് 7 ശിഷ്ടം 1 ബാലൻസ് 1 7 8 9 ബാലൻസ് കിട്ടുക 9 2 4 1 5 590 ഏതാണ്? 590. ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ? ഷോപ്പ് 1ത്തതാണ് ചോദിച്ചത്. അപ്പോൾ ഇതാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ അല്ല. ഈ 3 ദിവസവും ഷോപ്പ് 1ത്തെ ടോട്ടലാണ് ചോദിച്ചത്. സി വിച്ച് ഷോപ്പ് സോൾഡ് മോർ ബനാനാസ് ഇൻ 3 days. ഈ 3 ദിവസത്തിൽ ഏത് ഷോപ്പാണ് കൂടുതൽ ബനാനാസ് വിറ്റത്? ഏത് ഷോപ്പാണ്? ഷോപ്പ് 1 ആണോ ഷോപ്പ് 2 ആണോ കൂടുതൽ ബനാനാസ് വിറ്റത്? ഷോപ്പ് 1ത്തത് നമ്മൾ പറഞ്ഞു ഏതാണ്? സി ആണല്ലേ? ഇത് ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് അല്ലേ? ഇനി ഷോപ്പ് 2ൽ ആഡ് ചെയ്ത് നോക്കണം അല്ലേ? അതെത്രയാണെന്ന് നോക്കണം. അപ്പോഴാണ് ഏതാണ് വലുതെന്ന് അറിയുള്ളൂ അല്ലേ?
215 217 ഇതാണ് ഷോപ്പ് 2 എടുത്തത് അല്ലേ. 5 5 10 10 7 17 7 ശിഷ്ടം 1 ബാലൻസ് 1 7 8 9 10 0 ശിഷ്ടം ബാലൻസ് 1 1 1 2 2 2 4 5 6 607 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷോപ്പ് 2 ആണല്ലേ. 597 ഉള്ളൂ ഷോപ്പ് 1-ൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റയച്ചത് ഷോപ്പ് 2 ആണല്ലേ. 607 ബനാനാസ് കിലോഗ്രാം ബനാനാസ് വിറ്റയച്ചിട്ടുണ്ട്. 3-ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ വേറെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലാസ് 3 ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് അല്ലേ, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ലഭിക്കുന്നതാണ്. അതുപോലെ മാത്സിൻ്റെ ക്ലാസ്സുകളുണ്ട് ചാപ്റ്റേഴ്സിൻ്റെ ഇതിലെ ക്ലാസ് 3 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ്. അതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും ഓരോ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.